ഹരിശ്രീ ഗണപതിക്ക് നമ വിഘ്നമസ്തു. നക്ഷത്രജാലത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ 27 നാളുകളുടെ ചെറിയ ചെറിയ രാശിമാറ്റങ്ങളാണ് ഈ ഒരു വർഷത്തിൽ എങ്ങനെയാണെന്നുള്ളതാണ് പുതുവർഷമായതുകൊണ്ട് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്ത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു ബെല്ലിൻ്റെ ആകൃതി ചിത്രം കാണും. അത് തൊട്ട് കഴിയുമ്പോൾ 3 കാര്യങ്ങൾ വരും. അതിലോളം എന്നുള്ളതൊന്ന് തൊട്ട് വെച്ചാൽ വിടുന്ന വീഡിയോയൊക്കെ നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കും. നമ്മൾ ഇന്ന് പറയുന്നത് ചോതി വിശാഖം. ചോദ്യനാളിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം പറയുന്നത്. വ്യാഴം 9-ലാണ്, ശനി 10-ലും 6-ലുമുണ്ട്, കേതു 11-ലുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഇതിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നേട്ടങ്ങളും പോകെ നേട്ടങ്ങളും ജീവിത പുരോഗതിയും ഉണ്ടാകും. ജോലിയില്ലാത്ത ആൾക്കാർക്ക് നിങ്ങളുടെ കഴിവിനൊത്ത അവസരങ്ങൾ വരുന്നതാണ്. നിങ്ങൾ ജോലിയിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് അഭിമാനിക്കാവുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. നിങ്ങളുടെ മേലധികാരി നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരവസ്ഥയാണ് ആ സമയത്ത് ഉണ്ടാകുന്നത്. സാങ്കേതിക വിദ്യയിൽ പരിശീലിക്കുന്നുണ്ടെങ്കിൽ ഉയർന്ന ബിരുദം നേടാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് ആദായം ലഭിക്കും. പുറത്തെവിടെയെങ്കിലും ആണ് താമസിച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തം വീട്ടിൽ താമസിക്കാനുള്ള അവസരം, അതായത് ദൂരദിക്കിലത് ജോലി സംബന്ധമായിട്ടുമാണെങ്കിൽ സ്വന്തം ഗൃഹത്തിലേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. പുറത്ത് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ജന്മനാട്ടിലേക്ക് വരാനുള്ള സാഹചര്യവും കാണുന്നുണ്ട്. മകന് ജോലി കിട്ടാൻ സാധ്യതയുള്ളതുകൊണ്ട് അതുകൊണ്ട് തന്നെ ജോലി കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ജോലി കിട്ടുന്നത് കൊണ്ട് തന്നെ കിട്ടും എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. പ്രാരാബ്ദങ്ങൾ കുറയും. പ്രണയിക്കുന്ന ആൾക്കാർക്ക് വീട്ടുകാരുടെ ഒരു സമ്മതം കിട്ടും വിവാഹത്തിന്. ഒരു കാര്യം മാത്രം പറയാനുണ്ട്, ആരോഗ്യകാര്യങ്ങളിൽ അലംഭാവം പാടില്ല. ഇതാണ് നമുക്ക് ചോദ്യനാളിനെ കുറിച്ച് പറയാനുള്ളത്. വിശാഖ നാളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തുലാം വൃശ്ചികം രാശികളിലാണ് ഈ നാൾ വരുന്നത്. അങ്ങനത്തെ നക്ഷത്രമാണ് വിശാഖം. തുലാക്കൂറുകാർക്ക് വർഷത്തിൻ്റെ ആദ്യ ഭാഗവും വൃശ്ചികക്കൂറുകാർക്ക് വർഷത്തിൻ്റെ അവസാന ഭാഗവുമാണ് ഗുണഫലങ്ങൾ കാണുന്നത്. എങ്കിലും മാസാമാസമുള്ള കാര്യങ്ങൾ വീണ്ടും പുറകെ വീഡിയോയിലുണ്ടാകും. സാമ്പത്തിക ഭദ്രത ഉണ്ടാകും. നിങ്ങൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ സാധിക്കും. ഒരു സംരംഭങ്ങൾ നിങ്ങൾക്ക് തുടങ്ങാനും സാധിക്കും. സ്വന്തമായിട്ട് നല്ല അവസരമൊക്കെ വരുന്നുണ്ട്. ഒരു കാര്യം മാത്രം, വിവാദങ്ങളിൽ നിന്ന് നിങ്ങൾ അകന്നു നിൽക്കുക. അത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഇവിടെ തുടങ്ങിയ ആൾക്കാർക്ക് അത് പൂർത്തിയാക്കാൻ സാധിക്കും. നിങ്ങൾ വസ്തു വിൽക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് നിയമപ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർ പാരമ്പര്യ ചികിത്സ ചെയ്താൽ അതുകൊണ്ട് നിങ്ങൾക്ക് ഗുണം ഉണ്ടാകുന്നതാണ്. പ്രണയിതാക്കൾക്ക് ആഹ്ലാദത്തിൻ്റെ സമയമാണ്. ദാമ്പത്യത്തിൽ വിട്ടുവീഴ്ച അത്യന്താപേക്ഷിതമാണ്. നിങ്ങൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായേ പറ്റത്തുള്ളൂ. ആരെങ്കിലും ഒരാൾ തീർത്ഥയാത്രയൊക്കെ ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറയാനുള്ളത്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.